ഗൈസ് അപ്പൊ എന്റെ റിസൾട്ട് വന്നു. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായി ഗൈസ്. ഞാൻ പാസ്സായി. ടോട്ടൽ എന്റെ പെർസെന്റേജ് 90.67%. ഓക്കെ. നമ്മള് എന്റെ മാർക്ക് ലിസ്റ്റിന് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ +2ലെയും +1ലെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് പറഞ്ഞത്. നിങ്ങൾ അറിഞ്ഞോ, ഒരു വലിയ അത്ഭുതം നടന്നു. +2 പരീക്ഷയ്ക്ക് 3 C+ഉം 2 Bയും 1 A ഗ്രേഡും കിട്ടിയ കുട്ടിക്ക് 90% മാർക്ക് കിട്ടി പോലും. ഏതാണ് ആ കുട്ടി എന്നല്ലേ നിങ്ങൾ എല്ലാരും അറിയും, നമ്മുടെ സ്വന്തം പൂജക്കുട്ടി. ഏത് കഴിഞ്ഞ വർഷം +1 എക്സാം ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച പൂജ ഇല്ലേ, നമ്മുടെ അമരേട്ടായുടെ സ്വന്തം പൂജ. ആ പൂജക്കാണ് 3 C+ നേടിയിട്ട് പോലും 90% മാർക്ക് കിട്ടിയത്. ഇവിടെ ഫുൾ A+ നേടിയാൽ തന്നെ മിനിമം കിട്ടുന്നത് 90%. അപ്പോഴാണ് ലോകാത്ഭുതങ്ങളിൽ 8ാമതായി വെറും 3 C+ മാത്രം കിട്ടിയ നമ്മുടെ പൂജക്കുട്ടിക്ക് 90% മാർക്ക് കിട്ടിയത്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, റിസൾട്ട് വന്നതിന് ശേഷം പൂജ തന്നെ കണക്കൂട്ടി പറഞ്ഞതാണ്. നമുക്ക് എന്തായാലും പൂജയുടെ എക്സാം റിസൾട്ട് വന്നതെന്നും പറഞ്ഞുകൊണ്ട് പൂജയും അമലും ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാളിവിടെ ഞെട്ടി അറച്ചിരിക്കുകയാണ്. ഇന്ന് മെയ് 26 +2ന്റെ റിസൾട്ട് വരുന്ന ദിവസം. അതെ ഗൈസ്, അപ്പൊ എല്ലാരും പൊന്നിന്റെ റിസൾട്ട് അറിയാൻ എന്തായാലും ആകാംക്ഷയോടെ ഇരിക്കുമായിരിക്കും. കാരണം നമ്മള് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ചോദിക്കും എന്തോ റിസൾട്ട്. അപ്പൊ എന്തായാലും നമ്മൾ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റിസൾട്ട് ചെക്ക് ചെയ്യാം. സമയം എത്ര 3 മണിയായി. 3 മണിയായി. 3 മണിയായി. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക്. അപ്പൊ ഗൈസ് നമുക്ക് ലൈവ് അപ്ഡേറ്റ് കാണാം. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മൾ നോക്കാൻ പോണു ഗൈസ്. അതെ, എന്ത് സൈറ്റ് ഒക്കെ ഇവിടെ നോക്കുവാണ് ഗൈസ്, സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഗൈസ് ജയിച്ചു കഴിഞ്ഞാൽ പൊന്നൂന് ഇന്ന് എന്റെ വക ഫുൾ ചെലവാണ് ഗൈസ്. ഫുൾ ചെലവെന്ന് പറഞ്ഞാൽ ഫുൾ ചെലവാണ് ഗൈസ്. കേരളം ഒന്നടങ്ങി കാത്തിരിക്കുന്ന റിസൾട്ടാണ് ഗൈസ്. ചിരിപ്പിക്കില്ലേ? അതെ, അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ ചിരിപ്പിക്കില്ലടാ പൊന്നുമോനെ. കേരളം മുഴുവനും കാത്തിരിക്കുന്ന റിസൾട്ടാണ് പോലും. തമാശക്ക് പറഞ്ഞതാവും അല്ലേ? അല്ല, അങ്ങനെ ആയാ മതി. എന്നാലും +2 റിസൾട്ടിനൊക്കെ ഇത്ര വലിയ ബിൽഡപ്പിന്റെ ആവശ്യമുണ്ടോ? കുട്ടികളല്ലേ, എന്തേലും ആവട്ടെ. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. സൈറ്റിലേക്ക് കേറുന്നുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റിംഗ് ആണ് ഗൈസ്. എന്ത് നോക്കുന്നു ഇപ്പൊ? എന്തായി ഗൈസ്? നമ്മള് സത്യം പോലെ തന്നെ പറയും ഗൈസ്. പാസ്സായെന്ന് പറയും, പാസ്സായില്ലെന്ന് പറയും. സന്തോഷം. അമലേട്ടൻ ഇത്ര വലിയ സത്യസന്ധനാണെന്ന് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പക്ഷെ സത്യസന്ധത ഇത്തിരി കൂടി പോയോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല. 64% എങ്ങാണ്ട് മാർക്ക് കിട്ടിയ പൂജക്കുട്ടിക്ക് 90% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ ടീമാണ്. ഒറ്റയടിക്ക് 25% കയ്യിൽ നിന്നിട്ടത്. വല്ലാത്തൊരു സത്യസന്ധത തന്നെ, ഒന്നും പറയാനില്ല. ബാക്കി കണ്ടോക്കെ എന്തായാലും. പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഫുൾ ചെലവ് എന്റെ വകയാണ് ഗൈസ് പൊന്നൂര്. അപ്പം ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ പോവാണ് ഗൈസ്. ഇവിടെ ഒരു മാള് തുടങ്ങിയിട്ടുണ്ട്. ചോയ്സ് മാളിലോട്ട് അങ്ങ് അടിച്ച് കേറുവാണ് ഗൈസ്. ഇവൻ ചോയ്സ് മാള് കത്തിക്കോ? അല്ല, വർത്താനം കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ്. ബാക്കി കണ്ടോക്കെ എന്തായാലും. ഗൈസ് നമ്മൾ ഓരോ ഏതാ പൊന്നു എല്ലാം ജാമാണ് ഗൈസ്, ഒടുക്കത്തെ ജാം ഗൈസ്. നമ്മള് സെർച്ച് ചെയ്തിട്ട് ഇപ്പൊ ഇതുവരെ ഒന്നും വന്നില്ല ഗൈസ്. നമ്മള് ചെക്ക് ചെയ്തതൊന്നും ഇല്ലയോ പൊന്നു. ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാം ഓരോന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. എന്തായാലും സെർവർ എററാണ് ഗൈസ്. എല്ലാരും കൂടെ കേറി സെർവർ എററാക്കാതെ. അതെ, എല്ലാരും കൂടി കയറി സർവർ എററാക്കല്ലേ. എന്റെ പൂജക്കുട്ടിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് നിങ്ങളൊക്കെ കയറിയാൽ മതി. കേരളം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ടാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ കേരളം നിന്ന് കത്തും. പറഞ്ഞില്ലെന്ന് വേണ്ട, ബാക്കി കണ്ടോക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് എക്സാമിനേഷൻ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് പോർട്ടലാണ് എന്തിനു പറയുന്നത്? പോർട്ടൽ. ഓക്കെ. സെക്കൻഡ് ഇയർ മാർച്ച് എക്സാമിനേഷൻ 2026. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. കിട്ടൂല നോക്കാം. ഞങ്ങൾ കൊറേ നോക്കി ഗൈസ്, എല്ലാം സൈറ്റ് ഭയങ്കര ബഗ്ഗായിരുന്നു. അപ്പൊ അടിക്കാം. എന്താണ് എവിടെ ഗൈസ്? പൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയത്. അപ്പൊ നമുക്ക് എല്ലാരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ,
അടിക്കുകയാണ്. കേരളം ആകാംക്ഷയോടെ ഇരിക്കുന്ന റിസൾട്ടാണ് ഗൈസ് ഈ വരുന്നത്. ചെക്ക് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ പോവുക. കൊടുത്തില്ലേ? ആ കൊടുത്തിട്ടുണ്ട്. ലോഡ് ആവുക. പൂജാബി എത്തിച്ചേർന്ന് അമ്മേ നോക്ക് ഗ്രൂപ്പ് മദേഴ്സ് എല്ലാം കത്തണം ഗൈസ്. അപ്പൊ എന്റെ റിസൾട്ട് വന്നു. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായിട്ടുണ്ട്. പാസ്സായി. സന്തോഷിച്ചാട്ടെ. അങ്ങനെ കേരളം കാത്തിരുന്ന റിസൾട്ട് വന്നു കഴിഞ്ഞ സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം പൂജക്കുട്ടി +2 പാസ്സായിരിക്കുന്നു. ആഹ്ലാദിച്ചാട്ടെ, ആർമാദിച്ചാട്ടെ. എന്തായാലും വലിയൊരു കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ പൂജ. ജെന്യൂൻ ആയിട്ട് പറയുന്നതാണ്. +2 പാസ്സാവുന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. മാത്രമല്ല ഇത് പാസ്സാവുന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യവുമായിരുന്നു. ഇല്ലെങ്കിൽ ഒളിച്ചോടിയത് കൊണ്ട് തോറ്റൊന്നും പറഞ്ഞു ഞാൻ അടക്കം വന്നിരുന്നു നിങ്ങളെ ട്രോൾ ചെയ്യാൻ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ. മാത്രവുമല്ല ഇനി തുടർന്ന് ഹയർ സ്റ്റഡീസിന് പോവുകയും ചെയ്യാം. അപ്പൊ ഹൃദയം നിറഞ്ഞൊരു കൺഗ്രാറ്റ്സ് വീണ്ടും പറയുകയാണ്. നല്ലതാണുമ്പോൾ നമ്മൾ നല്ലത് പറയണല്ലോ. പക്ഷെ പാസ്സായതുകൊണ്ട് തോറ്റാ കിട്ടുന്ന ട്രോളിൽ നിന്നും രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. വേറെ പല വിധത്തിലും ട്രോളുകൾ ഏറ്റുവാങ്ങാനുള്ള അവസരം ഇവര് തന്നെ ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം. എനിക്ക് കോളുകളൊക്കെ വരുന്നുണ്ട്. അമ്മയെ വിളിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോ തന്നെ അമ്മ വിളിക്കുന്നത്. ഹലോ, പാസ്സായി. പാസ്സായി, എല്ലാ വിഷയവും പാസ്സായി. എവിടാ? അങ്ങോട്ട് വരാൻ നിൽക്കുക. അന്ന് ചോട്ടുപ്പ വരും വിളിക്കാൻ. വരണോ ഗായ്സ്? എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് പാസ് ആയിട്ടുണ്ട്. ഇത് എന്റെ പേര് തന്നെയാണ്. നിക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ ബി 2000 എന്റെ ആണ്. പാസ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ A+ ഒന്നും അല്ല കാര്യം, മാർക്കിലാണ്. അതെ A+ ഒന്നില്ലെങ്കിൽ 90% മാർക്ക് ഉണ്ടല്ലോ, അത് പോരാളിയാ. അല്ലെങ്കിലും കേരളത്തിലെ പിള്ളേർക്ക് എന്തിനാ A+ അല്ലേ? ബാക്കി കണ്ടോക്കുന്നാലും എന്താ ഞാൻ പാസ് ആയിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ പാസ് ആവോ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഞാൻ പാസ്സായി. എനിക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. പിന്നെ അമ്മയൊക്കെ വന്നിട്ട് എന്താ അമ്മയെ വിളിച്ച് അമ്മയോട് പറഞ്ഞു ഇനി അമ്മയൊക്കെ കേക്ക് മേടിക്കണം. നേരിട്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ നമ്മൾ കാണിക്കാം. പിന്നെ ഒരു കേക്ക് കുടിക്കണം. പിന്നെ എന്ത് വേണ്ട ഇനി? നമുക്ക് മാറിപ്പോവും. പിന്നെ മാളിലോട്ട് പോവാണ്. നമ്മള് പുറത്ത് പോകാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് എന്റെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെന്റേജ് വന്നേക്കുന്നത്. അപ്പോൾ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് കമന്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. അപ്പോൾ ഞാൻ ജയിച്ചു. എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ. അപ്പോൾ ടോട്ടൽ എന്റെ പെർസെന്റേജ് 90.67%. ഓക്കെ. ഇവിടെയാണ് നമ്മുടെ പൂജക്കുട്ടിക്ക് പാളിയത്. ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു. എക്സാം ഒക്കെ പാസ്സായി സെറ്റപ്പായി ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എക്സാം പാസ്സായ ആവേശത്തിൽ പെർസെന്റേജ് കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിപ്പോയി. അതും ചെറിയ തെറ്റൊന്നുമല്ല. എങ്ങനെ കൂട്ടിയാലും 70% മുകളിൽ പോകാത്ത പെർസെന്റേജ് ആണ് ഒറ്റയടിക്ക് 90% മുകളിലേക്ക് പൂജക്കുട്ടി അടിച്ചു കയറ്റിയത്. വൈഭവ് സൂര്യവംശി അടിക്കുമോ ഇതേപോലെ? എന്തായാലും പൂജയുടെ ശരിക്കുമുള്ള മാർക്ക് ഇന്നലെ അതുൽ വ്ലോഗ്സ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെയിം പൂജ ബി, ഇംഗ്ലീഷിന് ബി, മലയാളത്തിന് എ, ഈ ഫിസിക്സിന് C+, കെമിസ്ട്രിക്ക് C+, ബയോളജിക്ക് B, മാത്തമാറ്റിക്സിന് C+. ഇതാണ് പൂജന്റെ +2 റിസൾട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 771 മാർക്കാണ്. ഇങ്ങനെയുള്ള നിനക്ക് എങ്ങനെ പൂജ 90% മാർക്ക് കിട്ടി? അതാണ് എന്റെ ചോദ്യം. തട്ടി വിടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തായാലും സംഭവം പൂജന്റെ കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവരുടെ വീഡിയോനെ കമന്റ് ബോക്സിലും ഒരുപാട് പേര് ഇവരെ തൂക്കിയിട്ടുണ്ട്. ഇതോടെ ഈ വിഷയത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ഇവർക്ക് അത്യാവശ്യമായി. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അമലയും പൂജയും വേറൊരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കൂടി നോക്കാം. ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്.
നമ്മൾ പ്ലസ് ടുവിലെയും പ്ലസ് വണ്ണിലെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് പറഞ്ഞത്. അതെനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് കാൽക്കുലേഷൻ അപ്പത്തെ ആ ഒരു സന്തോഷത്തിൽ നമ്മള് രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങ് പറഞ്ഞു ഗൈസ്. അപ്പൊ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഞങ്ങളുടെ അറിഞ്ഞില്ല നമ്മൾ അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. അപ്പം ശരിക്കുള്ള മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് നമ്മളൊരു വീഡിയോ ഇട്ട് അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള കേസ് ഞങ്ങളുടെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പെർസെന്റേജ് മനഃപൂർവ്വം കൂട്ടി പറഞ്ഞതല്ല, കണക്ക് കൂട്ടിയപ്പോ മിസ്റ്റേക്ക് പറ്റിയതാണെന്നൊക്കെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. തൽക്കാലം നമുക്ക് ഇവർ വിശ്വസിക്കാം അല്ലെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്. നമുക്കായാലും ചിലപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാമല്ലോ. മാത്രമല്ല രജിസ്ട്രേഷൻ നമ്പർ അടക്കമുള്ള മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഇവർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും സൈറ്റിൽ കയറി പൂജന്റെ റിസൾട്ട് നോക്കാം. സോ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം പെർസെന്റേജ് കൂട്ടി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പാസ്സായല്ലോ, നല്ല കാര്യം. ഇനി ഇവിടെ വെച്ച് പഠിത്തം നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.